കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ യുവർ ബ്യൂട്ടിഫുൾ ചാനലിൽ റിൻസി ചേച്ചി നമ്മുടെ ശ്വാസിക ഇൻസ്പയർഡ് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിൻസി ചേച്ചി ആ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് അതേ സെയിം മേക്കപ്പ് ലുക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനലിലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടതിന് ശേഷം നല്ലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ, അത് കാരണം ഇപ്പോഴും വേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് കുറേ കുരുക്കൾ വന്നിട്ടുണ്ട്. ഞാനൊരു പരീക്ഷണം കൂടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ലിപ് ബാം എടുത്തിട്ട് എൻ്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്, അത് കാരണം ഞാൻ ലിപ് ബാം എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര ചൂടാണ് ഇവിടെ, അത് കാരണം നന്നായിട്ട് വേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാനൊരു ഇമോലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഭയങ്കര പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ റിൻസി ചേച്ചി യൂസ് ചെയ്യുന്ന മിക്ക പ്രൊഡക്ട്സ് എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് പരീക്ഷിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മേ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സുകളുള്ള ഭാഗങ്ങൾ, അതായത് നെറ്റിയിൽ, പിന്നെ മൂക്കിൽ, പിന്നെ നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗങ്ങളിൽ, താടിയുടെ ഭാഗം, അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ അവിടെ അടിഞ്ഞുകൂടി നമുക്കിങ്ങനെ എക്സെൻച്വേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ പ്രൈമർ അവിടങ്ങളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്രൈമർ നന്നായിട്ട് അബ്സോർബ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അവിടെ അങ്ങനെ വിടാം. കാരണം ഉടനെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇതായി പോകും. അതിന് പകരം നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഐ മേക്കപ്പിലേക്ക് കിടക്കണേക്കാൾ മുന്നേ നമുക്കൊരു ഐ പ്രൈമർ യൂസ് ചെയ്യാം. റിൻസി ചേച്ചി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഐ പ്രൈമറാണ്, പക്ഷേ എൻ്റെ അടുത്ത് ഐ പ്രൈമർ ഇല്ല. അപ്പോൾ ഞാൻ തൽക്കാലം നമ്മുടെ കൺസീലർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കൺസീലറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു കൺസീലറാണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് C12 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഇങ്ങനെ ഐലിഡിലൊക്കെ. റിൻസി ചേച്ചി യൂസ് ചെയ്തിരിക്കുന്ന ഐഷാഡോ പാലറ്റിൻ്റെ ക്വൈറ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പാലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുവിധം ഒപ്പിക്കാമെന്ന് പറയാം. ചേച്ചി യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് വാം റോസ് ഗോൾഡ് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഏകദേശം മാച്ച് ആവുന്ന കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചേച്ചി അതിൽ ഒരു ബ്രഷൊന്നും വെച്ചിട്ടല്ല അപ്ലൈ ചെയ്യണത്, കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷിമ്മറി ഷെയ്ഡ്, അതൊരു പിങ്ക് കളറിലുള്ളൊരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹെവി ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് അല്ല അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സട്ടിൽ ഒരു മിനിമലായിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആയിരുന്നു അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഒരു നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആയിരുന്നു അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ ക്രീസിൽ ഒരു ട്രാൻസിഷൻ കളർ പോലുള്ളൊരു ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു ബ്ലെൻഡഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ലെഗുകളുടെ ഒരു ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്യണത്. അത് നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ മുഖക്കുരു ഉള്ള കാരണം ഞാൻ അവിടെയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണതാണ്. കാരണം നന്നായിട്ട് ബ്ലെൻഡ് ആവാൻ നമ്മുടെ കൈ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കൈ വെച്ചിട്ട് തന്നെ. അതിനുശേഷം നമ്മൾ കൺസീലറായിട്ട് നമ്മൾ മേക്കപ്പ് റെവല്യൂഷൻ്റെ തന്നെ കൺസീലറാണ് യൂസ് ചെയ്യണത്. ഒരു വെറ്റ് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക.
ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാക്ക് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇതിലെൻ്റെ ഷെയ്ഡ് നമ്പർ 3. എൻ്റെ പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1.5 പമ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ്, മുഖം വേറെ കളറായിരിക്കും. റിൻസി ചേച്ചി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വെറ്റ് സ്പോഞ്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു വെറ്റ് സ്പോഞ്ച് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂളി ഇതുപോലത്തെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. മീഡിയം ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അധികം വലിയ ചിത്രപ്പണിയിലൊന്നും നിൽക്കണില്ല, കുറച്ച് നാച്ചുറലായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യേണ്ട, അതിൻ്റെ ഗ്യാപ്പ് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേറെ പ്രത്യേകിച്ച് ഓവറാക്കണില്ല. ചേച്ചി അതിൽ ഒരു കോണ്ടൂറിങ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കോണ്ടൂറിങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തില്ല. അപ്പോൾ അതിന് പകരം ഞാനൊരു ജസ്റ്റ് ഒരു ബ്രോൺസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ബ്രോൺസർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യണതിൻ്റെ ഗുണം എന്ന് പറയണത് നമുക്കൊരു മുഖത്തിനൊരു ഡെഫിനിഷൻ കിട്ടാൻ മാത്രമല്ല, ഒരു ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മുടെ മുഖം നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ബ്രോൺസർ അല്ലെങ്കിൽ ഒരു കോണ്ടൂറിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ലുക്കായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി അതിന് ശേഷം ഞാനൊരു ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ ഒരു ബ്ലഷ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ജിഞ്ചർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ചേച്ചി അതിൽ നല്ല ബ്ലഷ് ഇട്ടിട്ടുണ്ട്, നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് സെയിം ഒരു ഷെയ്ഡ് പോലത്തെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെയാണ് ചേച്ചി നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് കീക്കോ മിലാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഹൈലൈറ്റർ, ഒരു ക്രീം ഹൈലൈറ്ററാണ് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണിത്. എടുത്തിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹൈലൈറ്ററാണ് ഇഷ്ടം. കാരണം ഞാൻ മിക്ക ഹൈലൈറ്റർ വാങ്ങിയാൽ ഈ ഒരുപാട് മൈൽഡായിട്ടുള്ള ഒരു ഗ്ലിറ്റർ പാർട്ടികൾ ഉണ്ടാവും, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ഹൈലൈറ്റർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കീക്കോ മിലാനോൻ്റെ ഈ ഒരു ഹൈലൈറ്റർ കിട്ടിയത്. ശരിക്കും ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ നമ്മുടെ ഐബ്രോൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ക്രീം കളറിലുള്ള ഒരു ഷാഡോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ കൺസീലർ സെറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ബനാന പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, ഒരുപാട് സെറ്റ് ചെയ്യാനും നിൽക്കണില്ല, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത്ര ഞാൻ ചെയ്യണുള്ളൂ. അതിനുശേഷം നമുക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഫേസസിൻ്റെ ഒരു കാജലെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം വേറെ ഒരു ഐ മേക്കപ്പും അതിൽ ചെയ്യണില്ല, കാരണം നമ്മൾ ഐലൈനറൊന്നും വരയ്ക്കണില്ല, ജസ്റ്റ് കാജൽ, മസ്കാര അത്ര മാത്രമാണ് ചേച്ചി അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനും അതേപോലെ കാജലും മസ്കാര മാത്രമാണ് ഇടണുള്ളൂ. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ ഒരു മസ്കാരയാണ് ഇടണത്. അപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ചേച്ചി യൂസ് ചെയ്യുന്നത് നല്ല റെഡ് കളറിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ് കളറിൽ മാക്കിൻ്റെ റൂബിയൂ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് തന്നെയാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലിപ്പ് ലൈനർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം ചേച്ചി ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടി മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അതേപോലത്തെ സാരി കിട്ടാൻ കുറേ നോക്കി. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഒരുവിധം മാച്ചായിട്ടുള്ള പച്ച ചുവപ്പ് എന്നൊക്കെ വിഭാഗത്തിൽ പെട്ട ഒരു സാരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പൊട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മുടി ഒക്കെ ഇതേപോലെയൊക്കെയാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, മൂക്കുത്തി. ഞാൻ ലാസ്റ്റാണ് ഇത് കഴിഞ്ഞ് ഇതൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നു മൂക്കുത്തിയുടെ കാര്യം. എന്നാലും ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ പോലത്തെ മേക്കപ്പും അതേ സെയിം അറ്റയറിൽ വരാൻ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന്.